നമ്മുടെ ആദ്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തൊരു ഹോളി കമ്മ്യൂണിയൻ ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ വെയിലും അതുപോലെ തന്നെ ഫ്രോക്കും ഒക്കെ ഫ്ലവറാണ് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ വെയിലിൽ ശരിക്കും പറഞ്ഞാൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പേളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെയിലാണ് കേട്ടോ. നോർമലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിക്കാണ് ഈ ഒരു വെയിൽ ചെയ്തിട്ടുള്ളത്. 6 ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രോക്കിലെ താഴെ, അതായത് അംബ്രല്ല കട്ടിൽ വരുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ആ ഒരു ഫ്ലവർ, ശരിക്കും എംബ്രോയ്ഡറി വിത്ത് ഫ്ലവർ ഡിസൈൻ വിത്ത് പേള് നമുക്ക് ഈ ഒരു അംബ്രല്ല കട്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീവിന് കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. എടുത്തോ, കുട്ടിയുടെ കൈയുടെ ആ ഒരു വീതിക്ക് മാത്രമേ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി. ആക്ച്വലി ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു അവർ തന്നതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വർക്കും ചെയ്യുന്നത്. ഈ ഫ്ലവറൊക്കെ അവർ റെഫറൻസ് തന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ടാണ് നമ്മളത് ഭംഗിയാക്കിയിട്ടുള്ളത്. അവരുടെ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു, വിചാരിച്ചതിനേക്കാളും ബെറ്ററായി, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നെക്കിൽ ട്രാൻസ്പെറൻറ്റ് നെക്കാണ്. ട്രാൻസ്പെറൻറ്റ് നെക്ക് അത് നമ്മൾ 6 ആക്കി ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. യോക്ക് പോർഷനിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് ചൊറിച്ചിൽ പോലെ ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് ഒരു ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റിഫ് നെറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലവർ വേസ്റ്റ് പോവാതിരിക്കാനായിട്ട് ഞാനതൊക്കെ ശരിക്കും അത്രയും എന്താ പറയുക സൂക്ഷിച്ചാണ് ഫ്ലവറൊക്കെ ശരിക്കും അകത്തേക്ക് പോവാതെ പുറത്ത് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റിഫ് നെറ്റ് നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിരുന്നു. കാരണം കുട്ടിക്ക് വീണ്ടും പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും സ്റ്റിഫ് നെറ്റൊക്കെ ചുമന്നുകൊണ്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ രാത്രി ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടേക്കുമാണ്. രാത്രി നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഔട്ട്പുട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഹാങ് ചെയ്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭംഗി നോക്കും, എവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നൊക്കെയുള്ളത്. പിന്നെ താഴെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ലേസാണ് കൊടുത്തിട്ടുള്ളത്. ലേസ് അവരുടെ തന്നെ ഒരു അഭിപ്രായമായിരുന്നു ലേസ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലീവിന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ലീവ്സിൻ്റെ ഡിസൈൻ കൊടുത്ത് എന്താ പറയുക ഒരു കുറച്ച് പേൾസ് ഫുള്ളായിട്ട് ആ ജോയിൻ്റ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മുന്തിരിക്കൊല ഇരിക്കുന്ന പോലെയാണ് ആ ഒരു പേള് കൊടുത്തിട്ടുള്ളത്. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കണ്ടവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അംബ്രല്ല കട്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ കണ്ടോ, ആ എംബ്രോയ്ഡറി വിത്ത് ഫ്ലവർ പേള് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട്. കണ്ടവർക്കൊക്കെ ഇത്തിരി ഇഷ്ടമായി. പിന്നെ നമ്മൾക്ക് ഈ കുട്ടിക്ക് ഇട്ട് കാണുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കുട്ടി അത് മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുട്ടി വന്നപ്പോഴത്തേക്കും ഇട്ട ഒരു സ്റ്റൈലായിരുന്നു.